നമ്മളെ ആദ്യത്തെ വീഡിയോ ഇട്ടായിരുന്നു. അതിനകത്ത് നമ്മൾ അയൺ ഫാം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പരിപാടികൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. ഇപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ ഓർത്തത്. നമുക്ക് ഇത് ലോഡായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഒരു ഷെയ്ഡർ പാക്കും കൂടെ കിട്ടി. ആനിമേഷൻ ഷെയ്ഡർ പാക്ക് എന്നെങ്ങാണ്ടാണ് പേര്. ആനിമേഷൻ ആൻഡ് അങ്ങനെ എന്തോ ആണ് പേര്. ഇപ്പോൾ കാണിച്ച ആ ഷെയ്ഡർ പാക്കിൻ്റെ ഗുണം നമ്മളിപ്പോൾ ഇട്ടിട്ടിരിക്കുകയാണ്. ഇപ്പോൾ പീസ്ഫുൾ മോഡ് ഇട്ടേക്കുന്നത് എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഉടനെ വില്ലേജിൻ്റെ അടുത്തോട്ട് വരാം. വില്ലേജിന് കണ്ടുപിടിക്കാൻ ദൂരമാണ് ഗൈസ്, ദൂരം കുറേ ദൂരമാണ്. രാവിലെ ആവുന്നവരെ കാത്തിരിക്കണം. രാവിലെ ആണെന്ന് തോന്നുന്നു എനിക്ക്. സ്റ്റിക്കുണ്ട്. ലാഗുണ്ട് ചെറിയ. ഒരുപാടുണ്ട് എനിക്ക് കാണിച്ചു തരുന്ന ആനിമേഷൻ്റെ ഒക്കെ. ഒന്ന് ആവട്ടെ, ലോഡാവട്ടെ. ഇങ്ങോട്ടല്ലേ അത് ലാഡർ വെച്ചിട്ടുണ്ട്. നമ്മുടെ വില്ലേജ് ഇവിടെ നമ്മളെല്ലാം വില്ലേജസിനെ ട്രാപ്പാക്കി. നടക്കുന്നില്ല എന്നടാ, എല്ലാ വില്ലേജസിനെ ട്രാപ്പാക്കി. തിന്നണ്ട ആടിൻ്റെ ആനിമേഷൻ കണ്ട, ഷെയ്ഡ് ചെറിയ ഷെയ്ഡ് വ്യത്യാസമുണ്ട് ആടിന്. കണ്ട നടന്നു പോകുന്നതിനൊക്കെ ഒരു രീതിയുണ്ട്. അടിക്കുമ്പോൾ ഓടുന്നുണ്ട്. ഇവിടെ നമ്മൾ പിന്നെ ഒരു 2-3 മീനെയൊക്കെ കൊന്ന് ഒരു 4 മീനെ കൊന്ന് 2 പൂച്ചയെ മെരുക്കിയിട്ടുണ്ട്. ഒരു പൂച്ച അവിടെ ഇരിക്കുകയും ഒരു പൂച്ച താണ്ടി. കട്ടിലൊക്കെ ടെസ്റ്റർ മാറി കേട്ടോ ഗൈസ്. തേനീച്ചയുടെ അതാക്കി പൂച്ചക്കൊക്കെ ഗംഭീര ഫിസിക്സ് ആണ് കൊടുത്തേക്കുന്നത്. നമുക്കിവിടെ കിടന്നേക്കാം, രാവിലെ ആകുമ്പോഴേക്ക് എണീക്കാം. ഇവിടെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെസ്റ്റ് നമുക്ക് കുറച്ച് സാപ്ലിങ്സ് എടുക്കണം. പിന്നെ ഒരു അരിയുടെ സീഡ് കൂടി വീറ്റ് എടുക്കണം. ആപ്പിൾ അവിടെ ചെയ്യട്ടെ, പ്ലിൻ്റെ അവിടെ ചെയ്യട്ടെ, സ്റ്റീൽ അവിടെ ഇരിക്കട്ടെ. അങ്ങനെ കുറേ സാധനങ്ങൾ ഒപ്പിച്ചയിന്ന്. പിന്നെ ഞാൻ ഇവിടെ മൈൻ ചെയ്യാൻ പോയപ്പോൾ എത്ര അയണം കണ്ട് കിട്ടിയെന്ന് നോക്കട്ടെ. 3 അയൺ കിട്ടി. നമുക്ക് ചെന്ന് വീറ്റ് കളക്ട് ചെയ്യാം. അവിടെ കുറച്ച് വീറ്റ് ഉണ്ട്. ആ കമ്പോസ്റ്റിനകത്തിട്ട് വീറ്റ്
നമ്മളെ കൊമ്പോസ്റ്റിനകത്ത് വീറ്റ് നമുക്ക് ഈ വീറ്റ് എടുക്കാം. പിന്നെ ചെയ്തോളാം അത്. എല്ലാ യൂട്യൂബേഴ്സും ആനിമേഷൻ പറ്റി ചില യൂട്യൂബേഴ്സ് അതെൻ്റെ ഞാൻ കുറേ തപ്പിയതാണ്. പിന്നെയാണ് എനിക്ക് കിട്ടിയത് ആനിമേഷൻ ഷെയ്ഡർ പാക്ക് 1. എത്ര കണ്ട് കിട്ടിയാൽ എനിക്ക് ഇത് നമുക്ക് കുറച്ച് അധികമാക്കാം. നമുക്ക് കമ്പോസ്റ്റ് 20 റോസാപ്പൂക്കൾ കമ്പോസ്റ്റ് ചെയ്തേക്കാം. വീറ്റൊക്കെ കൈ എടുത്ത് പിടിക്കുന്നതിന് യോഗം വേണം. കുതിരയ്ക്ക് കൊടുക്കാം കേട്ടാ. കുതിരയുടെ ആനിമേഷനൊക്കെ അല്ല കോമ്പോസ്റ്റ്. കഴിക്കാതെ കഴിക്കാതെ ഇപ്പൊ കഴിക്കാം. ചെറിയ പതുക്കെ ഇടാൻ വീറ്റ്. ഗ്ലോ തീരുന്ന വരെ നമുക്ക് കാത്തിരിക്കാം. കയ്യിരിക്കുന്ന വീട്ടിലിരുന്ന് കാര്യമില്ല. സമയം പോകുന്ന പെട്ടെന്ന് നമുക്ക് ഇവിടെ വീറ്റ് എത്തി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇങ്ങനെ എടുത്തേക്കാം.
മതി ഗൈസ്. എത്രയായി നമ്മളെ കയ്യിൽ? ഇത് ഒരു 11 ആയിട്ടുണ്ട്. 11 ആയിട്ടുണ്ട്. നമ്മളിതിൻ്റെ പൂവില്ല ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ സപ്പോർട്ടുണ്ട്. അതിനകത്തൊക്കെ ചെയ്യാം. കോമ്പോസ്റ്റ് ആകാം. അത് വേണ്ട. അത് കളിപ്പിക്കാം നമുക്ക്. ജസ്റ്റ് ആ പൂവിനകത്തുനിന്ന് ഇങ്ങനെ തൊട്ടാൽ മതി. അതാണ് കേട്ടോ വേറൊരു പോയത്. എപ്പോഴും ഈ സെറ്റല്ലേ സാധനം സെറ്റല്ലേ അതിൻ്റെ വേറെ 2 പോവാന്ന്. അത് വന്ന് ഇതിനകത്തോട്ട് വേറെ വന്ന് പിന്നെ വന്ന് നമുക്ക് ഇപ്പോൾ ഒന്ന് തൂക്കിയേക്കാം. തികയത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. തികയത്തില്ല. 20 പൂ എവിടുന്നെങ്കിലും ഒപ്പിക്കാൻ വന്നത്. നിൽക്കുന്ന എന്തായാലും എവിടുന്ന് പിച്ചിട്ടുണ്ട് നമ്മളെ പൂ. എവിടെ വെച്ച് പിടിപ്പിക്കാൻ എവിടെ വെച്ച് കരിമ്പിൻ്റെ ഒക്കെ ഷുഗർ കാൻ്റെ ടെസ്റ്റൊക്കെ അങ്ങ് മാറി കേട്ട ഗൈസ്. കുറച്ച് വെയിറ്റ് അങ്ങോട്ടല്ലേ എവിടെ വെച്ച് കിളിപ്പിച്ചല്ലേ. ചുമന്ന പൂ 2 വന്നിട്ടുണ്ട്. അടുത്ത് 1 2 3 3 പിന്നെയും പിടിച്ച് അത് 21 ആവുന്ന എന്തായാലും ബോൺവീൽ ചെയ്യുന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് പിച്ചേക്കാം. ഇരുപത്തിനാല് 25 കിട്ടി ഗൈസ്. 11 ബോൺവീല് 25 പൂ കിട്ടി. ബ്ലോക്ക് ഓട്ടിച്ച നമുക്ക് ആ സാധനങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തോട്ട് പോവാം. ക്യാരറ്റ് ഇത് ബീറ്റ്റൂട്ടാന്ന് തോന്നുന്നു. ഇത് പൊട്ടറ്റയിൽ ചെയ്യുന്നതല്ലേ. എൻ്റെ പൊന്നും പൊട്ടറ്റ ഒന്ന് പെട്ടെന്ന് വിളിച്ചു പോവാ. എന്നിട്ടാണ് ഉമ്മാടെ എന്തെങ്കിലും എവിടെയെങ്കിലും പോയി ചെണ്ടൻ്റെ വേദിക്കാതെ. കായം പാമ്പിൻ്റെ അങ്ങോട്ട് പണിയുന്ന സ്ഥലത്തോട്ട് പോവാം. പണി സ്ഥലത്തോട്ട് പോവാം. ചാടി പോവാം.
ചെറിയൊരു ലാഗുണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഈ ഷെയ്ഡർ പാക്കിൻ്റെയാണ്. പിഗിനൊക്കെ ചെവിയൊക്കെ ഉണ്ട് കേട്ടാ ഗൈസ്. ചാടി കയറുമ്പോൾ പുക ഉണ്ടോ ഗൈസ്? ആണ്ടേ അടിപൊളിയല്ലേ ഗൈസ്? അയ്യോ കട്ടിലെടുത്തില്ല. അത് ഉറങ്ങിയിട്ട് പോവാം ഗൈസ്. പെട്ടെന്ന് പെട്ടെന്ന് ഓടിയെത്ത മോനെ. ടൈപ്പിക്കൽ മൂമെന്റ്. ഓടൂടാ ഓടൂടാ ഓടാ ഓടാടി കിടക്കുന്നുണ്ട് കിടക്കുന്നുണ്ട്. ഏടൂടാ 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 കിടക്കുന്നുണ്ട്. ഞാൻ വീട്ടിലെത്തി പെട്ടെന്ന് കയറട്ടെ. പൂച്ച ഇങ്ങനെ കാലൊക്കെ നക്കി അടിച്ച് ഇങ്ങനെ ഇരിക്കുക. നമുക്ക് കാണുന്നില്ല. സൂര്യ എവിടുന്ന വധിക്കുന്ന? സൂര്യോദയം. സൂര്യോദയം അവിടെ നിന്നല്ലേ. സൂര്യൻ ഇങ്ങനെ പതുക്കെ പൊങ്ങി വരുന്നു. അങ്ങോട്ട് പോവാം. എന്തായാലും ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്.
ഇവിടെ ഇരിക്കട്ടെ. കുറച്ച് ഡേർട്ട് എടുക്കട്ടെ. വെച്ചിട്ടുണ്ട്. ബെഡ് വെക്കാം. ഈ പണി എടുത്തിട്ട് അടുത്ത പിന്നെ നമ്മൾ താരയിലും കൂടെ ബെഡ് വെക്കുക. താരയിലും ബെഡ് വെക്കുകയാണ്. താരയിലും ബെഡ് വെക്കുകയാണ്. അല്ല, നമുക്ക് ബെഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഉറപ്പില്ല. ബെഡ് വെക്കാൻ, ഇവിടെ ബെഡ് വെക്കാൻ സെറ്റായി. നമ്മൾ ഇവിടെ ഇത് വെക്കുക. പിന്നെ മേടിക്കല്ലാണ് ഇങ്ങനെ സെറ്റാക്കും. അത് ഇവിടെ സെറ്റാക്കാനായിട്ട് നമ്മുടെ വർക്കിംഗ് സ്റ്റേഷൻ്റെ പരിപാടിയാണ്. വർക്കിംഗ് സ്റ്റേഷൻ എടുക്കും. ഫ്ലിന്റ് സാധനങ്ങൾ 20 വർക്കിംഗ് സ്റ്റേഷൻ ഉണ്ടാക്കണം. 20 ഉണ്ടാക്കിയിട്ട് ഫ്ലിന്റും ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ എനിക്കിതാ ഇഷ്ടമല്ല. കയ്യിൽ നിന്ന് വീഴുന്നത് പൊട്ടിച്ച കിട്ടും. നമ്മള്
ഇങ്ങനെ നിരത്തി വെക്കണം. രണ്ടെണ്ണം കൂടെ വെക്കാണ്ട് അതിവിടെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതിവിടെ വെക്കണം. ടോർച്ചില്ലേ, ടോർച്ച് നമ്മൾ മുകളിലോട്ട് പോകണം. നൈറ്റായി. നമുക്ക് ഉമ്മക്ക് ഫുഡ് കൊടുത്തേക്കാം. നമ്മൾ പീസ്ഫുൾ മോഡ് ഇട്ടേക്കുന്നതുകൊണ്ടാണ്. കുഞ്ഞുങ്ങളുണ്ടായ കുഞ്ഞുങ്ങളുണ്ടാക്കടാ ഏടാ ഞങ്ങളുടെ ബ്രീഡി. ഇനി ഇതിൻ്റെ ഒരു ഇതിനകത്തോട്ട് ഉമ്മരെ വെക്കണം. അതാ ടാസ്ക്. ശവലുണ്ട്, ഇവിടെ നിന്ന് പോയേക്കാം. നമ്മളിവിടെ എത്തിയേക്കാണ്. ഞമ്മമാരെയും കൊണ്ട് വെള്ളത്തിൽ ഉപയോഗിക്കാൻ പോകുന്ന വെള്ളം ലാവ ഇതിനകത്തായി പോയി. ലാവ നമുക്ക് ഒന്ന് മാറ്റി. ഇത് കഴിഞ്ഞിട്ട് ഫൈനലി ഗൈസ് നമ്മളവന്മാരെ കയറ്റിയിരിക്കുകയാണ്. എൻ്റെ കൊച്ചുള്ളവര് വരി വരിയായിട്ട് ഈ പോണ്ട് കവച്ചായുണ്ട് കേട്ടോ. രണ്ടുപേരെ ഇനി ഉമ്മാരി കെട്ടാവുന്നവരെ നമ്മളിന്ന് കാത്തിരിക്കണം. ബിൽഡ് ചെയ്യട്ടെ. കൂട്ടത്തൊക്കെ വന്നു. ഇവിടുന്ന് ഡാഡ നമ്മളങ്ങ് വിട്ടിട്ടുണ്ട്. ഡാഡ വിട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. ചോക്കൻ്റെമായി കൈ കൊണ്ട് കൈ ഏതാണ്ട് നമ്മള് ഇങ്ങനെ വലുതാവുന്നവയെ കാത്തിക്കുന്നു. ഇതുകൂടെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ നിർത്താൻ പോകും. മേടിക്കാതെ
അല്ലേ വേണ്ട 2 സെറ്റും കൂടെ വെച്ചിട്ട് കയറണം. രണ്ട് സൈഡും സെറ്റാക്കിയൊക്കെയാണ്. ഇവിടെ മരം കിളിച്ച് വന്നിട്ടുണ്ട്. മരത്തിൻ്റെ ടെക്സ്റ്ററും അത് ടെക്സ്റ്ററൊക്കെ ഉണ്ടാകും. കുതിര ലാവ നമ്മൾ ഇനി കാത്തിക്കണം. ഉറങ്ങിയേക്കാം. ഉറങ്ങി എണീക്കുമ്പോഴേക്കും ബ്രീഡാവുമെന്ന് തോന്നുന്നു. ബ്രീഡാവുന്നില്ല. ഇനി നമുക്ക് ഫുഡ് കൊടുക്കണം. നമുക്കിനി ഫുഡ് കൊടുത്താലേ അടുത്ത വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ടാറ്റാ.